ശരണം, ദേവി ശരണം, ദേവി ശരണം. എല്ലാ ഭക്തമനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വൈഷ്ണവ സുദർശനത്തിലൂടെ ഇന്ന് പറയുന്നത് നവരാത്രിയുടെ വ്രത ദിവസമായ നാളെ, ഒന്നാം ദിവസമായ നാളെ നാം നവദുർഗാഭാവങ്ങളിൽ ആരെയാണ് ആദ്യം പൂജിക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്നാം ദിവസമായ നാളെ മഹാദേവിയെ മഹാശൈലപുത്രി എന്ന ഭാവത്തിലാണ് ആരാധിക്കുന്നത്. ഹിമവാന്റെ മകളായ പാർവതീദേവിയെ സംസ്കൃതത്തിൽ ശൈലം എന്നാൽ പർവ്വതം, അതിനാൽ ശൈലപുത്രി എന്ന് വിളിക്കുന്നു. ശാന്തമായ മുഖവും പ്രസന്നമായ പ്രഭാവലയവുമുള്ള ശൈലപുത്രി മാതാവ് നന്ദിയുടെ മുകളിൽ ഇരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. ആ ശൈലപുത്രിയുടെ നെറ്റിയിൽ ചന്ദ്രക്കലയുണ്ട്. വലതു കൈയിൽ ത്രിശൂലവും ഇടതു കൈയിൽ താമരപ്പൂവും പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നവരാത്രിയുടെ ആദ്യ ദിവസം ആരാധിക്കപ്പെടുന്നതിനാൽ അമ്മ ശൈലപുത്രിയെ പ്രഥമ ശൈലപുത്രി അല്ലെങ്കിൽ ആദ്യത്തെ നവരാത്രി ദേവി എന്നും അറിയപ്പെടുന്നു. നവരാത്രിയിലെ ആദ്യത്തെ മാതാവായതിനാൽ ശൈലപുത്രി മാതാവിനെ വളരെ ഭക്തിയോടെയാണ് ഭക്തജനങ്ങൾ ആരാധിക്കുന്നത്. അമ്മ ശൈലപുത്രി ഗ്രഹങ്ങളെ ഭരിക്കുന്നു. ചന്ദ്രൻ ശുദ്ധമായ ഹൃദയത്തോടെ അമ്മ ശൈലപുത്രിയെ ആരാധിച്ചതുകൊണ്ട് ചന്ദ്രൻ്റെ എല്ലാ ദോഷഫലങ്ങളും അകന്നതായി പറയപ്പെടുന്നു. അമ്മ ശൈലപുത്രി മൂലാധാര ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ചക്രത്തിന് ചുവപ്പ് നിറമുണ്ട്. യോഗികളുടെ വീക്ഷണകോണിൽ ആദ്യത്തെ നവരാത്രി വളരെ പ്രതീക്ഷ നൽകുന്ന ദിവസമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം ഒരു തീവ്രമായ ഭക്തൻ്റെ ആത്മീയ യാത്രയുടെ തുടക്കത്തെ പ്രതീകപ്പെടുത്തുന്നു. അമ്മ ശൈലപുത്രിയെ പ്രീതിപ്പെടുത്താനും അവളിൽ നിന്ന് സിദ്ധികളും മറ്റ് അനുഗ്രഹങ്ങളും സ്വീകരിക്കാനും അനവധി ഭക്തർ ധ്യാനിക്കുകയും മന്ത്രങ്ങൾ ജപിക്കുകയും പ്രത്യേക ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ശൈലപുത്രി ദേവി മൂലാധാര ശക്തി ആയതിനാൽ വ്യക്തിഗത ജീവിത പാഠങ്ങൾ എത്രത്തോളം വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ ഉയരാൻ പറ്റുമോ അത്രയും ദേവിയെ ഭജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയരാൻ സാധിക്കും. ഒരു വ്യക്തിയെ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനാവട്ടെ, ആത്മബോധത്തെ ഉണർത്തിക്കൊണ്ട് മൂലാധാര ശക്തിയുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ മുഴുവൻ ബോധവും കിടക്കുന്ന അടിസ്ഥാന ചക്രമാണ് മൂലാധാര ചക്രം. അതിനാൽ ഋഷിമാരും ഗുരുക്കന്മാരും ഉൾപ്പെടെ നിരവധി സദ്ഭക്തന്മാർ ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ശക്തിയുമായി ഒന്നാകാനും ഉന്നതമായ ബോധമുള്ളവരാകാനും ആത്മീയ മണ്ഡലത്തിൽ ക്രമേണ മുകളിലേക്ക് നീങ്ങാനും തങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ മൂലാധാര ചക്രത്തിൽ കേന്ദ്രീകരിക്കാനും ശ്രദ്ധിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ആത്മാവിനെ അന്വേഷിക്കുന്ന ഒരു ദിവ്യ അനുഭവമാണ്. ശൈലപുത്രി മാതാ ദേവതയാണ് ആ മൂലാധാര ചക്രത്തിൻ്റെ ദേവത. ഈ മൂലാധാരം ഉണർന്നാൽ അവിടെ ശൈലപുത്രി ദേവി ഉണരുന്നു. അവൾ ശിവനിലേക്ക് ശക്തിയായി മുകളിലേക്ക് യാത്ര ആരംഭിക്കുന്നു. ഒരാൾ ആത്മീയ ഉണർവിലേക്കും ജീവിത ലക്ഷ്യത്തിലേക്കുമുള്ള അവരുടെ യാത്ര ആരംഭിക്കുന്നു. മൂലാധാര ചക്രത്തെ ഊർജ്ജസ്വലമാക്കാതെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള
ശക്തിയും കരുത്തും ഒരാൾക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് നവരാത്രി പൂജയുടെ ആദ്യ ദിനത്തിൽ യോഗികൾ തങ്ങളുടെ മനസ്സ് മൂലാധാരത്തിൽ കേന്ദ്രീകരിക്കുന്നു. ഇതാണ് അവരുടെ ആത്മീയ ശിക്ഷണത്തിൻ്റെ ആരംഭ പോയിന്റ്. യോഗ ശാസ്ത്രത്തിൻ്റെ വീക്ഷണകോണിൽ ആദ്യത്തെ നവരാത്രി വളരെ ശുഭകരമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു. ദിവ്യമാതാവായ ദുർഗയോടും സ്ഥിരതയ്ക്കും ശക്തിക്കും വേണ്ടിയുള്ള മൂലാധാര ചക്രത്തിൻ്റെ ഊർജവുമായി ഇണങ്ങിച്ചേരുന്നതിനുള്ള യോഗപരമായ തുടക്കമാണിത്. നവരാത്രിയുടെ ആദ്യ ദിനത്തിൻ്റെ പ്രാധാന്യം ശൈലപുത്രിയുടെ ആരാധന ഘടസ്ഥാപനം എന്ന ആചാരത്തോടു കൂടി ആരംഭിക്കും എന്നതാണ്. അവൾ ഭൂമിയെയും അതിലുള്ള എല്ലാറ്റിനെയും പ്രകടമാക്കുന്നു. അവൾ പ്രകൃതി മാതാവ് എന്നറിയപ്പെടുന്നു. അതിനാൽ അവളെ ഈ രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ശൈലപുത്രി ഭാവത്തിലുള്ള ദുർഗാദേവിയോട് നമ്മുടെ മനസ്സിലുള്ള എന്താഗ്രഹങ്ങളും പറയാം എന്നുള്ളതാണ്. ആ അമ്മ നമ്മളെ അനുഗ്രഹിക്കും. നാളെ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഒരു ദേവീ ചിത്രത്തിൻ്റെ അടുത്തായി ഒരു മൺചിരാതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അമ്മയുടെ ചിത്രത്തിൻ്റെ മുമ്പിലായി ഒരു മൺചിരാതിൽ നെയ്വിളക്ക് കൊളുത്തുക. കൂടാതെ നമ്മൾ സാധാരണ കൊളുത്തുന്ന നിലവിളക്കിൽ 5 തിരിയിട്ട് ആ വിളക്ക് കൊളുത്തുക. അതുപോലെ തന്നെ വെളുത്ത പുഷ്പങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് നാളെ വളരെ ഉത്തമമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുല്ലപ്പൂവ് കൊണ്ട് മാല കെട്ടി അമ്മയ്ക്ക് ചാർത്തുന്നതും ആഗ്രഹ സാഫല്യങ്ങൾക്കെല്ലാം വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ മുല്ലപ്പൂ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതും നാളത്തെ ദിവസം വളരെ ഉത്തമമാണ്. ആത്മീയമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാകുന്നതോടൊപ്പം ഭൗതികമായ ജീവിതത്തിലുള്ള എല്ലാവിധ അഭിവൃദ്ധിയും നാളെ ശൈലപുത്രി ഭാവത്തിലുള്ള അമ്മ ദേവിയെ ഭജിക്കുന്നതിലൂടെ നമുക്ക് നേടാൻ സാധിക്കും. എല്ലാവർക്കും ഭഗവതി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.